അങ്ങനെ പശ്ചിമ ബംഗാളിൽ BJP ഭരണം തുടങ്ങിയിരിക്കുന്നു. BJP ഭരണത്തിൻ്റെ ആദ്യ പ്രതിഫലനം ഉണ്ടായത് കൊൽക്കത്ത നഗരത്തിലെ പാവപ്പെട്ടവരുടെ ജീവിതത്തിലാണ്. അവരുടെ കുടിലുകൾ, അവരുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇടിച്ചു നിരത്താൻ വിദ്വേഷത്തിൻ്റെ ബുൾഡോസറുകൾ എത്തി. പക്ഷേ കൊൽക്കത്തയിലെ കമ്മ്യൂണിസ്റ്റുകാർ ധീരമായി ചെറുത്തു. BJP ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ അതിൻ്റെ പ്രതിഫലനം ആദ്യം കാണുന്നത് അവിടുത്തെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ജീവിതത്തിലാണ്. ഇതുതന്നെ പശ്ചിമ ബംഗാളിലും സംഭവിച്ചു. കൊൽക്കത്ത നഗരത്തിലെ ദരിദ്രരുടെ വീടുകളും കടകളുമെല്ലാം ഇടിച്ചു നിരത്താൻ സംഘപരിവാറിൻ്റെ ബുൾഡോസറുകൾ എത്തി. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ ബംഗാളിൽ ബുൾഡോസിംഗ് എളുപ്പമല്ല. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവസാന ശ്വാസം വരെ അവർ വിശ്വജനവിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടും. ഈ പോരാട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊൽക്കത്ത നഗരത്തിൽ കണ്ടത്. আমাদেরকে জোর করে বেআইনিভাবে ডিটেইন করেছে, আমাদেরকে জোর করে বেআইনিভাবে ডিটেইন করেছে। আমরা থাকবো, আমরা থাকবো, হারবো না, পারবে না এটা করে। അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കുറേ മേഖലകളിൽ അവർ കൈവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് SIR അവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 91 ലക്ഷത്തോളം വോട്ടുകൾ അവിടെ ഇല്ലാതാക്കി. ആ വോട്ടുകൾ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങളുടേതാണ്. ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള നിരവധി ജില്ലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടമില്ലാതായി. പലരെയും അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നത് വരെ അവരെ പാർപ്പിക്കാനായിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെ ഉള്ള ക്യാമ്പുകൾ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ആൾക്കാരെ തിരിച്ചങ്ങോട്ട് അയക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതൊരു നയതന്ത്ര വിഷയമായതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അതിൽ ചില ചർച്ചകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിറ്റുവേഷൻ വളരെ നിർണായകമാണ്. കയ്യേറ്റങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. രാജ്യത്ത് സമ്പന്നരും അതിസമ്പന്നരും ഭൂമി കയ്യേറാറുണ്ട്. ഭൂമി കയ്യേറി വൻ കെട്ടിടങ്ങൾ നിർമ്മിക്കാറുണ്ട്. അവർക്കെതിരെ നടപടിയില്ല. ചെറിയ തുക പിഴയടച്ചാൽ കോടതികൾ നിയമപരമാക്കും. മനുഷ്യദൈവവും കൊടും ക്രിമിനലുമായ ആസാറാം ബാപ്പുവിൻ്റെ അഹമ്മദാബാദിലെ ആശ്രമവും അനുബന്ധ ഭൂമിയും ഇതെല്ലാം തികച്ചും നിയമവിരുദ്ധമായി കയ്യേറിയതാണെന്ന് കോടതി കണ്ടെത്തിയതാണ്. പക്ഷേ യാതൊരു നടപടിയുമില്ല. ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഈ മനുഷ്യദൈവം സംഘപരിവാറുകാരനാണ്. ഏക്കർ കണക്കിന് കയ്യേറ്റ ഭൂമി കൈവശം വയ്ക്കാം. എന്നാൽ അപ്പുറത്ത് ഒരു നോട്ടീസ് പോലും നൽകാതെ ദരിദ്രരുടെ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും കുടിലും ജീവിതമാർഗങ്ങളുമെല്ലാം ഇടിച്ചു നിരത്തും. ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും കലാപകലുഷിതമായിരുന്നു ഈ നഗരം. കൊൽക്കത്തയെ അതിജീവനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും തുരുത്താക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. നിങ്ങൾ ദരിദ്രനാണോ? നിങ്ങൾ തൊഴിൽരഹിതരാണോ? കൊൽക്കത്തയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സൗകര്യങ്ങൾ എത്ര പരിമിതമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാം. കലാപങ്ങളോ ജാതിമത ഭിന്നതകളോ മണ്ണിൻ്റെ മക്കൾവാദമോ ഒന്നും ഇവിടെയില്ല. ജനലക്ഷങ്ങൾക്ക് ഈ നഗരം താങ്ങും തണലുമായി. പാവങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നു. പക്ഷേ വർഗീയ രാഷ്ട്രീയം നേരിട്ടും വളഞ്ഞ വഴിക്കും കൊൽക്കത്തയെ പതുക്കെ പതുക്കെ കീഴടക്കി. ഇതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഈ നഗരത്തിൽ കാണുന്നത്.
പക്ഷേ ദരിദ്രർക്ക് വേണ്ടി പ്രതിരോധമുയർത്താൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരുടെ പോരാട്ടമാണ് ഇന്ന് ബംഗാളിൽ കാണുന്നത്. ഒരു സെൻസിറ്റീവ് സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നമുക്കതിൻ്റെ ഭൂപ്രകൃതി നോക്കിയാൽ അറിയാം. ഇപ്പോൾ അതിൻ്റെ നോർത്ത് ബംഗാളിലൊക്കെ ആണെങ്കിൽ നേപ്പാൾ, ഭൂട്ടാൻ, അപ്പോൾ ചൈനയുമായിട്ട് സാമീപ്യമുള്ള സ്ഥലങ്ങൾ, പിന്നെ കിഴക്കൻ ഭാഗത്താണ് ബംഗ്ലാദേശ്. ഇങ്ങനെ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പോൾ പശ്ചിമ ബംഗാൾ പിന്നെ അവിടെ ഒരു അസംതൃപ്തി വളർന്നു വരിക, അല്ലെങ്കിൽ ജനവികാരം എതിരായിട്ട് വരിക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു മൂവ് അവിടെ BJP എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പ്രശ്നക്കാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലിരിപ്പ്. കുറേ പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. ഇനി പൗരത്വം തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറേ ആൾക്കാരെ ഇനിയും അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമുണ്ട്. അങ്ങനെ വർഗീയമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുക എന്നുള്ള ഒരു പദ്ധതിയായിട്ടാണ് അവർ പോകുന്നത്. മമതാ ബാനർജി ഒരു വ്യക്തിയല്ല, ഒരു പ്രതീകമാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ സഖ്യത്തിൻ്റെ പ്രതീകം. മമതാ ബാനർജിയാണ് ബംഗാളിൽ BJPയെ വളർത്തിയത്. മമതാ ബാനർജിയെ ബംഗാളിൽ വളർത്തിയതും ഇതേ BJPയാണ്. പിന്നീട് മമത മതേതരത്വത്തിൻ്റെ ഒരു മുഖംമൂടി അണിഞ്ഞു. ആ മുഖംമൂടിയാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. തെരുവിൽ അടികൊള്ളുന്നത് ഒരു ലോക്സഭാംഗമാണ്. ബംഗാളിലെ പ്രമുഖനായ തൃണമൂൽ കോൺഗ്രസ് നേതാവ്, മമതാ ബാനർജിയുടെ അനന്തരവൻ, മമതയുടെ അനന്തരാവകാശി അഭിഷേക് ബാനർജി. തൃണമൂൽ കോൺഗ്രസിന് 15 വർഷക്കാലത്തെ സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടു. ബംഗാളിൽ 1.5 പതിറ്റാണ്ടായി നടന്നിരുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടാഭരണമായിരുന്നു. നേതാക്കൾ അഴിമതി നടത്തി കോടികൾ സമ്പാദിച്ചു. ഒരു കാലത്ത് തൃണമൂൽ കോൺഗ്രസിൽ മമത കഴിഞ്ഞാൽ രണ്ടാമനായിരുന്നു സുവേന്ദു അധികാരി, ശാരദ ചിട്ടിതട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജിക്ക് സുവേന്ദു അധികാരിയേക്കാൾ വിശ്വാസം സ്വന്തം അനന്തരവൻ അഭിഷേക് ബാനർജി ആയിരുന്നു. ഇവർ തമ്മിലുള്ള അധികാര തർക്കത്തിൽ അഭിഷേക് ബാനർജി ജയിക്കുമെന്നായി. സുവേന്ദു അധികാരി ഒട്ടും കാത്തുനിന്നില്ല. BJP പാളയത്തിൽ ഓടിക്കയറി. സുവേന്ദുവിനെതിരായ ED നടപടികളെല്ലാം മോദി അവസാനിപ്പിച്ചു. സുവേന്ദുവിനെ ബംഗാളിലെ BJPയുടെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. മോദിയെ പ്രീതിപ്പെടുത്താനായി സുവേന്ദു ബംഗാളിൽ വർഗീയത ആളിക്കത്തിച്ചു. ആ ആളിക്കത്തലിനൊടുവിൽ ബംഗാളിലെ മുഖ്യമന്ത്രി സ്ഥാനം കൈപ്പിടിയിലൊതുക്കി. സുവേന്ദു അധികാരി മുഖ്യമന്ത്രി കസേരയിൽ ആസനസ്ഥനായപ്പോൾ പാർട്ടിയിലെ പഴയ എതിരാളി അഭിഷേക് ബാനർജി തെരുവിൽ BJP പ്രവർത്തകരുടെ അടികൊള്ളുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളോ പ്രവർത്തകരോ ഒന്ന് പിടിച്ചുമാറ്റാൻ പോലും എത്തിയില്ല. പണം, അധികാരം, ഈ രണ്ട് ബിംബങ്ങളിൽ മാത്രം കെട്ടിപ്പൊക്കിയ ഒരു തട്ടിക്കൂട്ട് സംവിധാനമായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. അധികാരം നഷ്ടപ്പെട്ടതോടെ മമത അനാഥയായി. MLA-മാരും MP-മാരും കൂട്ടത്തോടെ പാർട്ടി വിട്ടു. ഇന്നലെ വരെ BJPക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചിരുന്നവർ മോദിയുടെ കുടക്കീഴിൽ അഭയം തേടി. ബംഗാൾ കോൺഗ്രസിന്റെ നട്ടെല്ലൊടിച്ചാണ് മമത ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചത്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം മമതയ്ക്ക് പരമ പുച്ഛമായിരുന്നു. പക്ഷേ അധികാരം നഷ്ടപ്പെട്ടതോടെ മമത സോണിയ ഭക്തയായി. ദില്ലിയിലേക്ക് പറന്നെത്തി. ഇന്നലെ വരെ സോണിയാഗാന്ധിയെ കണ്ടാൽ അറിഞ്ഞ ഭാവം നടിക്കാതിരുന്ന മമത ഇത്തവണ ആലിംഗനം ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇതൊരു കേവലം ഒരു മമതാ ബാനർജിയുടെ മാത്രം ഒരു ശക്തി കൊണ്ടല്ല പശ്ചിമ ബംഗാളിൽ ഇടതുമുന്നണി ഭരണം അവസാനിച്ചതും പകരം ഒരു ഗവൺമെൻറ് വന്നത്. ഇപ്പം മമതയുടെ നേതൃത്വത്തിലുള്ള ഇടതുവിരുദ്ധ ശക്തികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വിശാല അജണ്ടയുടെ ഭാഗമായിട്ട്, എൻ്റെ അറിവിൽ അമേരിക്കൻ എംബസി അടക്കം പങ്കെടുത്തുകൊണ്ട് നടന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അവിടുത്തെ CPIM വിരുദ്ധ, ഇടതുമുന്നണി വിരുദ്ധ രാഷ്ട്രീയ മുന്നണി രൂപപ്പെട്ടത്. യാദൃച്ഛികമായിട്ട് അതിന് നേതൃത്വം നൽകാൻ മമത നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്.
കാരണം മമത അവിടെ അത്ര അടിവേരുള്ള ഒരു ജനകീയ നേതാവല്ല. ഇപ്പോൾ കോൺഗ്രസ്സിലായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പോരാളിയായിരുന്നു. 1998 അവരൊരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുകയും അതിൻ്റെ പിന്നിൽ ബംഗാളിലെ മാർക്സിസ്റ്റ് വിരുദ്ധ ഇടതുമുന്നണി വിരുദ്ധ ശക്തികളെ അണിനിരത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നന്ദിഗ്രാമിലെയും ഒക്കെ അതിനു മുമ്പ് സിംഗൂരിലെയും ഒക്കെ ചെറിയ ജനകീയ പ്രശ്നങ്ങളുടെ മുന്നിൽ അവർ നിൽക്കുകയും അതൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ സ്വഭാവം കൈക്കൊള്ളുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റ മുന്നണിയായിട്ട് നിന്ന് അവിടുത്തെ ഇടതുമുന്നണി നേരിട്ടു. മാത്രമല്ല ഒരു മാറ്റം വേണം എന്നുള്ളൊരു ശക്തമായ മുദ്രാവാക്യം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ മമതയും മമതയുടെ കൂട്ടാളികളും പരിശ്രമിച്ചു. അതൊരു പരിധിവരെ വിജയം കാണുകയും ചെയ്തു. അങ്ങനെയാണ് 34 വർഷത്തെ ഇടതുമുന്നണി ഭരണം തകർന്നത്. ലോകത്തെവിടെയായാലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് ഒരു പ്രതീകം വേണം. മുഖ്യധാര പാർട്ടികൾ മാത്രമല്ല, കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും നീതിപീഠവുമെല്ലാം ആ പ്രതീകത്തെ പാലൂട്ടി വളർത്തും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ രഥത്തിൽ കയറി തികച്ചും വ്യാജമായി ചമച്ച ഒരു പ്രതിച്ഛായയുടെ പിൻബലത്തിൽ അധികാരസ്ഥാനങ്ങളിൽ ആറാടിയ നേതാവാണ് മമതാ ബാനർജി. കോൺഗ്രസിനെ പിളർത്തി BJPയുമായി കൈകോർത്തു. അങ്ങനെ AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ മന്ത്രിയായി. ബംഗാളിൽ BJPയെ മമതയും മമതയെ BJPയും വളർത്തി. മമത എന്ന് പറയുന്നത് ഒരു BJP വിരുദ്ധ ശക്തിയൊന്നുമല്ല ബംഗാളിൽ. കാരണം നമുക്കറിയാം, വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് NDAയുടെ ഭാഗമായിരുന്നു മമതാ ബാനർജി. കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്നു വാജ്പേയി സർക്കാർ. അപ്പോൾ അവർ NDAയുടെ ഭാഗമാണ്. പിന്നെ BJP ഇതിനെ കണക്കാക്കിയത് പശ്ചിമ ബംഗാളിൽ അധികാരത്തിലേക്കുള്ള ഒരു നടപ്പാലമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസിനെയും മമതയെയും BJP കണക്കാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരൊരു സോഫ്റ്റ് വർഗീയതയുള്ള ഒരു ശക്തിയായിട്ട് മമതയെ ഒരു പരിധിവരെ താലോലിക്കുകയും വളർത്തിക്കൊണ്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം NDAയുടെ ഭാഗമായിട്ട് അവർ ഇരുന്നിട്ടുമുണ്ട്. ആ കാലത്ത് മമതയോടൊപ്പം തന്നെയായിരുന്നു BJP. അപ്പോൾ അധികാരത്തിൽ BJP എത്തുന്നതിനായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് മമതയെ അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികളെ മമതാ ബാനർജി വ്യാജപ്രചാരണങ്ങളും അക്രമ സമരങ്ങളും നടത്തി അട്ടിമറിച്ചു. സിംഗൂരും നന്ദിഗ്രാമുമെല്ലാം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ബംഗാൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ ഒരു പ്രദേശമായി മാറുമായിരുന്നു. ബംഗാളിന്റെ വികസനം മമത അട്ടിമറിച്ചപ്പോൾ ആ മണ്ണിൽ കുരുത്തത് വർഗീയതയാണ്. ആളിക്കത്തിയ വർഗീയത ബംഗാളിനെ കലാപങ്ങളുടെ നാടാക്കി മാറ്റി. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പ്രതീകമായിരുന്ന മമതാ ബാനർജി ഇന്ന് ബംഗാളിന്റെ തകർച്ചയുടെ പ്രതീകമാണ്. മമത ഒരു പാഠമാണ്, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കുമുള്ള പാഠം. പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസത്തെ കുഴിച്ചുമൂടി എന്നും പറഞ്ഞ് ചെണ്ടകൊട്ടി നടക്കുന്ന പലരും കേരളത്തിലുണ്ട്. അവരെല്ലാം ഓർക്കുക, ബംഗാളിൽ 10 മടങ്ങ് കരുത്തോടെ കമ്മ്യൂണിസം തിരിച്ചു വരികയാണ്. BJPയെ നേരിടാൻ ആർക്കാണ് സാധിക്കുക? മമതാ ബാനർജിക്ക് അതിന് സാധിക്കൂ എന്നാണ് ബംഗാൾ ജനസംഖ്യയിലെ 30% വരുന്ന മതന്യൂനപക്ഷങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ സഖ്യം പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. 15 വർഷക്കാലത്തെ മമതാ ഭരണം ബംഗാളിലെ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് നൽകി? നിരന്തരം കലാപങ്ങൾ, വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള മതവിവേചന ബുൾഡോസിങ്ങുകൾ, മുഖ്യധാരയിൽ നിന്നുള്ള അപരവൽക്കരണം. ജ്യോതി ബസുവിൻ്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും നേതൃത്വത്തിൽ ഇടതുപക്ഷം 34 വർഷക്കാലം ബംഗാൾ ഭരിച്ചു. ആ കാലത്ത് ബംഗാൾ ശാന്തമായിരുന്നു. ഈ മണ്ണിൽ എല്ലാ മനുഷ്യരും സമാധാനത്തോടെ ഒത്തൊരുമയോടെ ജീവിച്ചിരുന്നു. മുപ്പത്തിനാല് വർഷക്കാലം ബംഗാൾ ഇടതുപക്ഷം തുടർച്ചയായി ഭരിച്ചിട്ടും ബംഗാളിൽ എന്തുകൊണ്ട് പിന്നോക്കാവസ്ഥ ഉണ്ടായി എന്ന് പലരും ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്നവർ ബംഗാളിൻ്റെ ചരിത്രം പഠിക്കണം. സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും
ഏറ്റവും അധികം വർഗീയ കലാപങ്ങൾ നടന്ന നാടായിരുന്നു ബംഗാൾ. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഏറ്റവും അധികം പലായനങ്ങൾ ഉണ്ടായ നാടും ഇതേ ബംഗാളാണ്. തൊഴിലും ജീവിതവും തേടി എത്തിയവരെ പല ഇന്ത്യൻ നഗരങ്ങളും വിദ്വേഷത്തോടെ ആട്ടിയോടിച്ച ചരിത്രം രാജ്യത്തിനുണ്ട്. മുംബൈയാണ് മികച്ച ഉദാഹരണം. മഹാരാഷ്ട്രയിൽ ശിവസേന ശക്തിപ്പെട്ട കാലം. മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ശിവസേന ഗുണ്ടകൾ ആട്ടിയോടിച്ചു. മണ്ടിന്റെ മക്കൾ വാദം പറഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ബംഗാൾ വ്യത്യസ്തമായിരുന്നു. ഈ നാട് എല്ലാവരുടേതുമായിരുന്നു. ഉള്ള വിഭവങ്ങൾ വീതം വെച്ച് ദരിദ്രരുടെ മതമോ ജാതിയോ സ്വത്തുമോ നോക്കാതെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ജീവിതം നൽകി. ഭൂപരിഷ്കരണത്തിലൂടെ രാജ്യത്ത് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബംഗാളികൾക്കാണ്. എന്നാൽ ജീവിക്കാൻ ഭൂമി മാത്രം പോരാ, അവർക്ക് നല്ല തൊഴിൽ വേണം. ഇതിനായി വൻകിട വ്യവസായങ്ങൾ വേണം. ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ സിംഗൂർ നന്ദിഗ്രാം വ്യവസായ പദ്ധതികൾ തുടങ്ങിയത് ഈ ലക്ഷ്യത്തോടെയാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ പദ്ധതി അട്ടിമറിച്ചു. ബംഗാൾ തൊഴിലില്ലായ്മയുടെ നാടായി മാറി, കുടിയേറ്റങ്ങളുടെ നാടായി മാറി. നമ്മൾ കുറച്ച് പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ 2011 അവിടെ ലെഫ്റ്റ് ഫ്രണ്ട് അധികാരത്തിൽ നിന്ന് പോയി, തകർന്നു. CPM-നെതിരായിട്ട് വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടന്നത്. ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് തൃണമൂലിലേക്ക് ചേക്കേറുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ കേരളത്തിലെ പോലെ ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു സംസ്ഥാനമല്ല പശ്ചിമ ബംഗാൾ. ഒരു പ്രത്യേകതയുള്ള സംഘടനാ സംവിധാനമാണ് അവിടെ CPM-ന് ഉള്ളത്. അത് മോശമെന്നോ കേമോന്നോ ഒന്നും നമുക്ക് വിലയിരുത്താൻ ഇപ്പോഴത്തെ സ്ഥിതിയിലാവില്ല. പക്ഷെ എന്താണ് അതിൻ്റെ ഒരു സംഭവിച്ചതെന്ന് വെച്ചാൽ ഗ്രാമങ്ങൾ ഒന്നൊന്നായിട്ട് പടലയായിട്ട് തൃണമൂലിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ് അന്ന് കണ്ടത്. 2011 മുതൽ വളരെ വേഗമായിരുന്നു CPM-ന് അവിടെ ഒരു ശക്തിക്ഷയമുണ്ടായത്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഫൈറ്റ് ചെയ്ത് കയറി വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ BJP-ക്കെതിരായിട്ട് അവിടെ ഫൈറ്റ് ചെയ്യാൻ തൃണമൂലില്ല, CPIM മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. നന്ദിഗ്രാം ഒരു സാമുദായിക പ്രശ്നമേ ആയിരുന്നില്ല. വ്യവസായവൽക്കരണവും ഇതിനെ തകർക്കാനായി ആസൂത്രിതമായി നടന്ന നീക്കങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നന്ദിഗ്രാമിൽ നടന്നത്. എന്നാൽ ഇതിന് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായ നീക്കമെന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ തെറ്റിദ്ധരിപ്പിച്ചു. അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിനെതിരെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രംഗത്തിറക്കിയതിന് നേതൃത്വം നൽകിയത് അന്നത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുവേന്ദു അധികാരിയായിരുന്നു. ആ സുവേന്ദു അധികാരി ഇപ്പോൾ സദാസമയവും മുസ്ലിം വിരുദ്ധത പറയുന്ന BJP നേതാവ് മാത്രമല്ല, ബംഗാൾ മുഖ്യമന്ത്രി കൂടിയാണ്. 2011 ഒരു മാറ്റം വേണം എന്ന് പറഞ്ഞാണ് മമതാ ബാനർജി അധികാരത്തിൽ വന്നത്. പക്ഷേ ഒരു മാറ്റവും അവിടെ ഉണ്ടായില്ല. മാറ്റം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടായില്ല എന്നല്ല, പിന്നിലേക്ക് ബംഗാൾ പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ കാർഷിക മേഖലയുടെ വളർച്ചാ നിരക്കിലേക്ക് ഇന്ത്യയിൽ ഏറ്റവും മുന്നിലായിരുന്നു പശ്ചിമ ബംഗാൾ. ഇപ്പോൾ കാർഷിക മേഖലയിലെ സ്വയം പര്യാപ്തത, വളർച്ച എന്നിവയ്ക്കൊപ്പം വ്യാവസായിക രംഗത്തും ബംഗാളിൻ്റെ പഴയ പാരമ്പര്യം, പഴയ മേൽക്കൈ കൊണ്ടുവരണം എന്ന് കണ്ടിട്ടാണ് അവിടെ ഇൻഡസ്ട്രിയലൈസേഷന് ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെൻറ് ഒരു മുൻകൈ എടുത്തതും. അതിൽ പക്ഷേ ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് പോയപ്പോൾ അത് ജനങ്ങൾ എതിരായിട്ട് വരുന്നൊരു അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ജനവികാരം ലെഫ്റ്റ് ഫ്രണ്ടിന് എതിരായിട്ട് വന്നത്. പക്ഷെ അതിന് ശേഷം എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ അവിടെ വ്യവസായ രംഗത്തൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാർഷിക രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടായി. പിന്നെ മാത്രമല്ല ഈ താഴെ തലങ്ങളിൽ വരെ അഴിമതി വ്യാപകമായി. ശമ്പളമുള്ള ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം വരെ തൃണമൂലിൻ്റെ ലോക്കൽ നേതാക്കൾ വന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയുണ്ടായി. വ്യവസായം തുടങ്ങണമെങ്കിൽ വ്യവസായികൾ കോടിക്കണക്കിന് രൂപ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് കൈക്കൂലി കൊടുക്കണമെന്നായി. അങ്ങനെ വ്യവസായികൾ വളരെ പേടിച്ചാണ് ബംഗാളിനെ സമീപിച്ചത്. കഴിഞ്ഞ 15 വർഷക്കാലം ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് തിരിച്ചടികൾ നേരിട്ടു. പക്ഷേ ബംഗാളിലെ ജനകീയ പ്രശ്നങ്ങൾ മുൻനിർത്തി നിരന്തരം പ്രക്ഷോഭങ്ങൾ നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇത്തരം പ്രക്ഷോഭങ്ങളിലൂടെ നിരവധി വിദ്യാർത്ഥി യുവജന നേതാക്കൾ മുഖ്യധാരയിലേക്ക് ഉയർന്നു വന്നു. ബംഗാളിന്റെ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായും മാറുകയാണ്. വർഗീയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അപകടകരമായ കാലവും ഈ ചോരപുരണ്ട കാലത്ത് നിന്ന് ബംഗാളിനെ രക്ഷിക്കാനായി ഇടതുപക്ഷം നടത്തുന്ന പോരാട്ടങ്ങളുമായിരിക്കും ഇനി ബംഗാൾ കാണുക. ഒട്ടും സംശയം വേണ്ട, അന്തിമ വിജയം കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെയായിരിക്കും.
നേഴ്സുമാരെല്ലാം തന്നെ അവരുടെ വസ്ത്രധാരണ രീതി മാറ്റണമത്രേ. വസ്ത്രധാരണ രീതി ഭാരതീയമാക്കണമത്രേ. ഇങ്ങനെ പറഞ്ഞത് പ്രശസ്ത നടിയും BJP നേതാവും ലോക്സഭാംഗവുമെല്ലാമായ കങ്കണയാണ്. കങ്കണ വല്ലപ്പോഴുമെല്ലാം തന്നെ സ്വന്തം വസ്ത്രധാരണ രീതിയെക്കുറിച്ച് കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇത്തവണത്തെ ദേശീയ സർവ്വദേശീയ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.